എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, അതുപോലെ DMLT ഇതുപോലുള്ള വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 15 തീയതി വരെ LBS വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. lbscenter.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിപ്ലോമയുടെ അതായത് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു അപേക്ഷയുടെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകി രജിസ്ട്രേഷൻ ചെയ്ത ശേഷം രണ്ടാമത് ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നീട് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ അതോടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ആ ഒരു തെറ്റുകൾ തിരുത്താനായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ അതായത് ലോഗിൻ ചെയ്തിട്ടുള്ള പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് തെറ്റ് തിരുത്താനായിട്ട് എന്തൊക്കെ വേണം അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതും പിന്നീട് വിദ്യാർത്ഥികൾക്ക് കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതും പിന്നീട് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതും അനുസരിച്ച് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അപേക്ഷ നൽകും മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ആവശ്യമായിട്ടുള്ള അതുപോലെ റിസർവേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എന്തൊക്കെയാണ് അതായത് NRI കോട്ട, അതുപോലെ തന്നെ റിസർവേഷൻ കോട്ട, കാസ്റ്റ്, നാറ്റിവിറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്ക് EWS ഇതുപോലെ നിങ്ങൾക്ക് എന്ത് തരത്തിലൊക്കെയുള്ള റിസർവേഷൻസ് ആണുള്ളത് അതനുസരിച്ച് അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത ഡോക്യുമെൻറ്റുകൾ പിന്നീട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാലിഡിറ്റി കഴിയാത്ത ഡോക്യുമെൻറ്റ്സ് ആണ് എന്നുള്ളത് കൂടി പ്രത്യേകം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡിപ്ലോമ കോഴ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി സാധ്യത ഏതൊക്കെ കോഴ്സുകൾക്കാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ നൽകാനായിട്ട്. കാരണം ചില കോഴ്സുകൾക്ക് അതായത് ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സൊക്കെ ഗവൺമെൻറ് മേഖലയിലാണ് അതിൽ കോഴ്സ് PSC പരീക്ഷയൊക്കെ എഴുതിയ ശേഷം അതിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്തും ആ ഒരു കോഴ്സ് വഴി നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം വെറുതെ പഠിച്ച് ജോലിയൊന്നും കിട്ടാതിരിക്കുന്നതിൽ നല്ലത് ആ ഒരു ഏത് കോഴ്സ് പഠിച്ചാലാണ് പെട്ടെന്ന് ജോലി കിട്ടുക. അതുപോലെ ആ ഏത് കോഴ്സിനും എന്തൊക്കെയാണ് ജോലി സാധ്യത ഓരോ കോഴ്സിനും ഉള്ളത് എന്നുള്ളത് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വിദ്യാർത്ഥികൾ കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓപ്ഷൻ നൽകുക എന്നുള്ളത് ഓപ്ഷനല്ല, ഈ ഒരു അപേക്ഷ രജിസ്ട്രേഷൻ നൽകുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്ത ശേഷം പിന്നീട് മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ആ ഒരു അവസരമൊക്കെ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കോഴ്സുകൾ പ്രധാനമായിട്ടും ഫാർമസി അതായത് DPharm കോഴ്സ് ഉണ്ട്, അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ നിങ്ങൾക്ക് അതായത് മെഡിക്കൽ ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വർഷം മുതൽ ഏകദേശം എക്സിറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫാർമസി അതായത് DPharm കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ആ ഒരു എക്സാമിൻ്റെ പേര് നെക്സ്റ്റ് എക്സാം എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ആ ഒരു എക്സാമിനേഷൻ എഴുതി അത് പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് ഈ വർഷം മുതൽ അതായത് ഈ ഒരു ഫാർമസി അതായത് DPharm കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെഡിക്കൽ ഷോപ്പുകൾ അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു DPharm കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അതായത് ഈ ഒരു BPharm കോഴ്സിലേക്ക് അതായത് ബാച്ചിലർ ഓഫ് ഫാർമസി കോഴ്സിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് ലാറ്ററൽ എൻട്രി വഴി സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. ഈ ഒരു BPharm കോഴ്സ് 4 വർഷ കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ സെക്കൻഡ് ഇയറിലേക്കാണ് ഈ ഒരു ലാറ്ററൽ എൻട്രി വഴി ഈ ഒരു DPharm പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് മാറാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിലും ആ ഒരു കോഴ്സിൽ എന്തൊക്കെയാണ് ജോബ് സാധ്യത, ആ ഒരു കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി സാധ്യത ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകിയ ശേഷം ഡീറ്റെയിൽസ് ഒന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകുക എന്നുള്ള പ്രോസസ്സാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത് ഏകദേശം 600 രൂപയാണ് ഫീസ് വരിക. SC ST വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 300 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു രജിസ്ട്രേഷൻ ഘട്ടമാണ്. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് അതായത് ആപ്ലിക്കേഷൻ്റെ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണുള്ളത്. അതിനുശേഷം പിന്നീടാണ് വിദ്യാർത്ഥികളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കൽ. അതായത് ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത ശേഷം പിന്നീട് നിങ്ങളുടെ ആ ഒരു ഓരോ ഡോക്യുമെൻറ്റ്സ് അതായത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അപേക്ഷ നൽകും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ നിങ്ങൾക്ക് അപേക്ഷ നൽകാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഫോർ application
അതായത് ആപ്ലിക്കേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ് ടു ബി സബ്മിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു PDF വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണം, അതായത് സംവരണം, അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ്, അതുപോലെ തന്നെ നാഷണാലിറ്റി, അതുപോലെ തന്നെ വരുമാനം, അതായത് ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ എന്തൊക്കെയാണ് റിസർവേഷനായിട്ട് വേണ്ടത്, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ആ ഒരു റിസർവേഷൻസായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള വിദ്യാർത്ഥികൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് കൊണ്ടുപോകേണ്ടത്, അതുപോലെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അതായത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട്, അതായത് നിങ്ങൾക്ക് ഏത് ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു അഡ്മിഷനായിട്ട്, അതായത് അഡ്മിഷനല്ല അപേക്ഷ നൽകാനായിട്ട് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂളും കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 15-ാം തീയതി വരെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യാൻ സാധിക്കുക. അതായത് ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നൽകിയ സമയത്ത് അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇങ്ങനെ കൺഫേംഡ് ആവുന്ന ആപ്ലിക്കേഷൻസ് അവർ ചെക്ക് ചെയ്യും. അതായത് LBSൻ്റെ ആ ഒരു അവിടെ നിന്ന് ചെക്ക് ചെയ്ത ശേഷം അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റുകൾ ഈ ഒരു അതായത് നവംബർ 1-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു തെറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നീട് വിദ്യാർത്ഥികൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം സാധാരണഗതിയിൽ വെബ്സൈറ്റിൽ ലഭ്യമാക്കാറില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക്, അതായത് ഓപ്ഷനല്ല ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള സൗകര്യം അത് 6-ാം തീയതിയാണ്, നവംബർ 6-ാം തീയതി വരെയും. അതിനുശേഷം റാങ്ക് ലിസ്റ്റ്, അതായത് താൽക്കാലിക റാങ്ക് ലിസ്റ്റ് നവംബർ 13-നും അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നവംബർ 15-നുമാണ് പ്രസിദ്ധീകരിക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നവംബർ 15 മുതൽ നവംബർ 18 വരെയും, ട്രയൽ അലോട്ട്മെൻറ്റ് നവംബർ 19-നും, അതുപോലെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം നവംബർ 19 മുതൽ നവംബർ 20 വരെയും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നവംബർ 21-ാം തീയതിയുമാണ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യം ഈ ഒരു ഒക്ടോബറിൽ നവംബർ 25-ാം തീയതി വൈകുന്നേരം 5 മണി വരെയുമായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു അതായത് നവംബർ 27-ാം തീയതിയും, ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നവംബർ 29-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതുമാണ്. തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ഈ ഒരു ഡിസംബർ 2-നും, അതുപോലെ തന്നെ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെൻറ്റ് ഈ ഒരു ഡിസംബർ 2 മുതൽ ഡിസംബർ 31, അതായത് ഡിസംബർ 2 വരെയാണ്. അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ്, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ഡിസംബർ 2-നാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിസംബർ 3-ാം തീയതി വരെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനും, അതിനുശേഷം ഈ ഒരു ഡിസംബർ 2 മുതൽ ഡിസംബർ 5 വരെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ താല്പര്യമുള്ള കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് +2 സയൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കണം, അതായത് +2 പാസ്സായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു DPharm കോഴ്സ്, അതുപോലെ തന്നെ DHI കോഴ്സ് എന്നിങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ ഈ ഒരു ബയോളജിക്ക് പകരം കെമിസ്ട്രി അല്ല മാത്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയാണ് ഈ ഒരു ഡിപ്ലോമ, പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ വേണ്ട യോഗ്യതയായിട്ട് പറയുന്നത്. അതിൽ ഈ ഒരു DHI അതുപോലെ തന്നെ DPharm എന്നിങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾക്ക് പഠിക്കാനായിട്ട് ഈ ഒരു ബയോളജിക്ക് പകരം മാത്സ് പഠിച്ചവർക്കും പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അപേക്ഷ നൽകാവുന്നതാണ്. ജനറൽ കാറ്റഗറി അതുപോലെ സർവീസ് കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് 600 രൂപയും, SC/ST വിഭാഗക്കാർക്ക് 300 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത് അതൊക്കെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.